കടവോരം ഫിഷിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോണി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചാനലാണ് വന്നേക്കണത്. അപ്പോൾ അവിടെ കുറച്ച് അവൻ മീനുകളെ ഇട്ടിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ അത് ഏതൊക്കെ മീനാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം. അപ്പോൾ അതിന് തീറ്റയിട്ട് കൊടുക്കുന്നതും ആ മീൻ തീറ്റ എടുക്കാൻ വരുന്നതും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെ മീനാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ അതിന് തീറ്റയിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇപ്പുറം ഒരു തോടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മീനിനെ കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ട് അത് നമുക്കൊന്ന് താളിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ചാലെന്ന് പറയണത് ഇപ്പോൾ അത് പിടിക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. പിടിക്കാനുള്ളൊരു പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-8 മാസം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പിടിക്കാനുള്ള ഒരു ടൈം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ആ പിടിക്കണ വീഡിയോ നമുക്ക് ഒരാഴ്ച 2 ആഴ്ച കൂടി കഴിയുമ്പോഴേക്കും ആ ഒരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്കതിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ആ മീൻ വരുന്നതും അത് എങ്ങനത്തെ ടൈപ്പ് മീനൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പുറകിലൊരു തോടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വല വീശിയ കമ്പോലയിട്ട അങ്ങനെ എന്തെങ്കിലും ഒരു ചെയ്തിട്ട് നമുക്കതിന് എന്തെങ്കിലും ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ തിളപ്പിക്കുക എന്തെങ്കിലുമൊക്കെ കൂടി നമുക്ക് ഇന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ആ മീനിന് നമ്മൾ തീറ്റ ഇടാൻ വേണ്ടി പോകണേണ്. അപ്പോൾ ആ മീൻ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം. ഇതിൽ മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമീനും ഗിഫ്റ്റ് പിലോപ്പിയുമാണ് ഇപ്പോൾ ഇട്ടേക്കണത്. അപ്പോൾ അതൊക്കെ തീറ്റ എടുക്കാൻ പറ്റുന്ന ഒരു സീൻ നമുക്ക് കാണാം. അപ്പോൾ കരിമീനൊക്കെ ഇതിൽ തന്നെ കിടന്നിട്ട് ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ പിടിക്കുന്ന ടൈമിന് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് കൊടുക്കുമെന്നാണ് പറയണത്. കുഞ്ഞുങ്ങൾ വേറെ ഇതിലേക്ക് സെപ്പറേറ്റ് കൊടുക്കുമെന്നാണ് പറയണത്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യക്കാരുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് കൊടുക്കാറുണ്ട്. നമ്മൾ പിടിക്കുമ്പോഴേക്കും അതിൽ വലുതിനെ നോക്കിയാൽ പിടിച്ചിട്ടാണ് നമ്മൾ അത് സെയിൽ ചെയ്യണത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വരുന്നതൊക്കെ ആണെങ്കിൽ കുറേ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ വേറെ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയണത് കരിമീൻ 8 മാസത്തെ വളർച്ചയാണ് കരിമീൻ പറയണത്. 8 മാസം കഴിയുമ്പോഴാണ് നമ്മൾ കരിമീനെ കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞിട്ട് 8 മാസം കഴിയുമ്പോഴാണ് നമ്മൾ കരിമീനെ പിടിക്കേണ്ടത്. ഗിഫ്റ്റ് പിലോപ്പി 5 മാസത്തെ കണക്കുമാണ് പറയണത്. അപ്പോൾ 5 മാസം കൊണ്ടിട്ട് അതൊരു 300 ഗ്രാം ആ ഒരു റേഞ്ച് വരുമെന്നാണ് പറയണത് 5 മാസം കൊണ്ടിട്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വളർച്ച പറയണത്. അപ്പോൾ നമ്മുടെ ഒരു ഇതിൽ ഇണക്കമനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ ഇതിൻ്റെയൊക്കെ ഇത് നോക്കിയിട്ട് വളർച്ചയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിനെ പിടിക്കണത്. അപ്പോൾ ഏതായാലും പിടിക്കാറായിട്ടുണ്ട്. ഈ ഒരു മാസം തന്നെ നമ്മൾ അത് പിടിക്കണുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് വേറൊരു ഇതിൽ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വന്നേക്കണത് ഇതൊന്ന് വീഡിയോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ നമുക്ക് ഇപ്പുറത്തുനിന്ന് മീൻ എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കണത്. അപ്പോൾ ഈ മറിക്കണ വീഡിയോ എന്ന് പറയണത് നമ്മൾ ഇതിൽ നിന്ന് ഈ ചാലിൽ നിന്ന് മീനിനെ പിടിക്കണത് നമ്മൾ ഈ മാസം തന്നെ ചെയ്യുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണാം എങ്ങനത്തെ എന്തോരം കേരളമാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് മീനിനെ പിടിക്കണ വീഡിയോയിലേക്കും പോകാം. ഇതിൽ തന്നെ ഒരു കമ്പോല പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പോല അല്ല, ചെറിയൊരു വല ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം പൊക്കി. അതിൽ ചെമ്മീൻ കയറിയിട്ടുണ്ട്.
നോക്കാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. ആ നല്ല നാരഞ്ചെമ്മിനും പള്ളത്തേക്കെ ആയിട്ട് ഉണ്ട്. ഇതൊക്കെ നോക്കാം. നാരഞ്ചെമ്മീൻ നല്ല കിട്ടി. ഇവൻ ഈ വാല് വെച്ചിട്ട് നമ്മളായിട്ടൊരു പണി തന്നെ ഇതേപോലെ അവൻ പണി തന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് പണി കിട്ടും. ഇവിടെ ഇട്ടോട്ടം കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ ചെമ്മിനാണ് നാരൻ. അങ്ങനെ പിടിക്കുമ്പോൾ നോക്കി പിടിക്കണം, അല്ല അവൻ വാല് വെച്ചിട്ട് നമുക്കിട്ട് പണി തരും. അപ്പോൾ നമ്മുടെ ഈ ചാലെന്ന് പറയണത് അതിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ചാലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നോ, അത് നോക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ഇവിടെ ആൾ നിൽക്കണം. പിന്നെ വെള്ളം ഏറ്റം ഇറക്കം അത് കയറണം. വെള്ളം പുറത്തുനിന്ന് വെള്ളം കയറി അതിൻ്റെ ഉള്ളിലെ വെള്ളം ഇറങ്ങി അങ്ങനെയുള്ള ഒരു ഇതൊക്കെ വേണം ഇതിൽ. പിന്നെ ഫുൾ ടൈം ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് ആൾ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കാൻ വേണ്ടി ആൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആൾക്കാർ ഈ മീനുള്ള കാരണം പുറത്തുനിന്ന് ആൾക്കാർ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഇതിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ക്യാമറ, ആൾ, അങ്ങനെയുള്ള കുറേ സെറ്റപ്പൊക്കെ ഇതിന് വേണ്ടി ചെയ്യേണ്ടി വരും. അപ്പോൾ കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ആ ഒരു രീതിയിലൊക്കെ ഇവിടെ തന്നെ നിന്ന് അതൊക്കെ നോക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മറിക്കാനുള്ള ടൈം ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളം ഏറ്റവും ഇറക്കമൊക്കെ എങ്ങനെയാണെന്ന് ചെയ്യണമെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഒരു ചെറിയ പത്തായമാണ്. അപ്പോൾ അതിൻ്റെ 3 സൈഡിലും നെറ്റ് അടിക്കും. അപ്പോൾ ഇവിടെ പലക, ഈ നടുക്ക് പലകയാണ് ഇടണം. അപ്പോൾ ഇപ്പോൾ എടുത്ത് മാറ്റിയേക്കണേ, വെള്ളം കയറുന്ന സമയമായതുകൊണ്ടിട്ട് പലക എടുത്ത് മാറ്റിയേക്കണേ. 2 സൈഡിലും നെറ്റ് അടിച്ചിട്ടിട്ടാണ് വെള്ളം അങ്ങാടും ഇങ്ങോട്ടും ഇറങ്ങണത്. ഇപ്പോൾ ഇപ്പുറത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോടാണ് ഇപ്പുറം കാണുന്നത്. നാട്ടോടെന്നാണ് പറയണത്. ഒരു അങ്ങനെ ആരും പിടിച്ചിട്ടില്ല, ഒരു തോട് പോലത്തെ ഒരു സെറ്റപ്പാണ്. പുഴയിൽ നിന്നൊക്കെ വെള്ളം കയറുന്ന ഒരു സെറ്റപ്പാണിത്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം ഒഴുകി, ഏറ്റത്തിന് വെള്ളം ഒഴുകി നമ്മുടെ ചാലിലേക്ക് കയറാനുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇറക്കമാകുമ്പോഴേക്കും നമ്മുടെ ചാലിൽ നിന്നുള്ള കുറച്ച് വെള്ളം അങ്ങാടും ഒഴുകിപ്പോയി. അപ്പോൾ മീൻ പോകില്ല, മീൻ പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നെറ്റ് അടിച്ചേക്കണത്. അപ്പോൾ മീൻ പോകില്ല, ഇതിൻ്റെ ഇടയിൽ കൂടി അപ്പുറത്തേക്ക് പോകില്ല, വെള്ളം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ അതാണ് കാവലിരിക്കണ മാടം. അപ്പോൾ അങ്ങനെ കുറേ സെറ്റപ്പുണ്ട്. രാത്രിയൊക്കെ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും, നോക്കി ഇതൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി ഇതിൽ തന്നെ ഇരിക്കേണ്ടി വരും. അങ്ങനെ കുറേ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. ഈ ചാലിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇതിൻ്റെ തീറ്റക്കാണേലും നല്ല വിലയുണ്ട്. ഇപ്പോൾ 1 കിലോ തീറ്റയൊക്കെ വരുന്നത് 200 ആ ഒരു റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ നല്ലൊരു ചിലവും ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ്, അതായിരിക്കണത് ക്യാമറയാണ്. അപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട് ഇതിൽ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇവിടെ തന്നെ കുറേ ആൾക്കാർക്ക് ചാലുകളുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏരിയ, ഈ ഒരു ചാലാണ് നമ്മുടെ ഫ്രണ്ടിനുള്ളത്. അപ്പുറത്ത് ചാലുണ്ട്, അത് വേറെ ടീമിൻ്റെയാണ് ചാല്. അങ്ങനെ ഇവിടെ നിറച്ചും ഇങ്ങനെ ഇതേപോലെ തന്നെ ചാല് പിടിച്ചിട്ടേക്കണാണ്. അപ്പോൾ കുറേ പേര് പാട്ടത്തിനെടുത്തിട്ടുണ്ട്, കുറേ പേര് ലീസിനെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ സെറ്റപ്പാണ് ചെയ്യണത്. 1 വർഷം 2 വർഷത്തൊക്കെയാണ് അങ്ങനെ കിട്ടുന്നത്. അത് കഴിയുമ്പോൾ രണ്ടാമത് പുതുക്കി പിന്നെയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ രണ്ടാമതും വല പൊക്കനാണ്. പള്ളത്തി കയറിയിട്ടുണ്ട് കുറേ പള്ളത്തി. നമുക്കിന്ന് പള്ളത്തിനെ തിളപ്പിച്ച് അടിക്കാം. പള്ളത്തിയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളത്തിനെ കിട്ടിയിട്ടുണ്ട് ഇതിൽ. പള്ളത്തിയൊക്കെ വെറും റെയർ മീനാണ്. ഇപ്പോൾ ഇവിടെ പുറത്തൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഈ പള്ളത്തിയൊക്കെ. നല്ല ഫ്രഷ് അപ്പം നമുക്കിന്ന് പള്ളത്തി തിളപ്പിച്ച് നമുക്ക് കഴിക്കാം.
നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ പള്ളത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ വലയിൽ കുറച്ച് പുഷ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത്രയും കയറി കിടന്നു വെച്ചത് വെള്ളത്തിൽ. നമുക്ക് ആവശ്യത്തിന് വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ച് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. വെള്ളത്തിൽ നല്ല ടേസ്റ്റാണ്, ഇതൊന്ന് കഴിച്ച് നോക്കാമെന്ന് പറയണ്ട, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കത് തിളപ്പിക്കുന്ന വീഡിയോയിലായിട്ട് പോകും. നമ്മൾ പള്ളത്തിനെ ക്ലീൻ ചെയ്തെടുക്കണതാണ്. അപ്പോൾ നമ്മുടെ പള്ളത്തി ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഉണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ പള്ളത്തിയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പള്ളത്തിയാണ് നമ്മൾ എടുത്തേക്കണത്. കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം എടുത്തില്ല. നല്ല പണിയുണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മീനാണ്, നല്ല പണിയുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. പക്ഷേ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിയൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും പള്ളത്തിയാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ തിളപ്പിക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വേപ്പില, ഒരു 4 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. അത്ര സാധനങ്ങളാണ് നമ്മൾ ഇതിന് തിളപ്പിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കണം. അത് നമുക്ക് ഫസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കാദ്യം ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും ഉള്ളി ഇഞ്ചി അത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലേക്ക് പോകാം. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമ്മൾ അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പറയുന്നത്. വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണത് ചതച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ഇഞ്ചി ആഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് പച്ചമുളക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചെറുതായിട്ടൊന്ന് വാടി കളറൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴേക്കുമാണ് നമ്മൾ അടുത്തത് നമ്മൾ പൊടികളൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതുവരെ ഒന്ന് ഇളക്കി നല്ലപോലെ ഇളക്കി ഒന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി 2 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു കുറച്ച് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കണതാണ് അതിലേക്ക്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഇതിൻ്റെ ഈ പൊടികളുടെ ഒരു പച്ച ചുവ മാറണ വരെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് പള്ളത്തിനെ ഇടാൻ പോണത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഈ പൊടികളൊന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും നമ്മൾ വെള്ളം ഒഴിക്കും. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി
നമ്മുടെ പള്ളത്തിനെ ഇടണം അതിലേക്ക്. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പള്ളത്തി ആടിയാണ്. നമ്മൾ ആരും ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയായിട്ട് വേണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല വിശന്നിരിക്കണതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതും കൂട്ടി ബ്രെഡും കൂട്ടി നമുക്കൊന്ന് കഴിക്കാം. അപ്പോൾ ഇത് ഒന്ന് വേഗണ വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ പള്ളത്തി പൊള്ളിക്കൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പൊടിക്കൈ കൂടിയുണ്ട്. ഇതിലേക്കൊരു സാധനം കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഒരു ഇതള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല കുരുമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് അത് ഇറക്കണതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ശരിക്കും സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ താറാവിനൊക്കെ നമ്മൾ ആഡ് ചെയ്യും ഇതേപോലെ. അത് നമ്മൾ മീനിനൊന്ന് നോക്കണേ, നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമുക്ക് നോക്കാം. ഒന്ന് ചതക്കുക. ഇതിൻ്റെ മീതയിലേക്ക് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പച്ച കുരുമുളക് ചതച്ചത് കുറച്ച് മതി, അധികം വേണമെന്നില്ല. അതിൻ്റെ കൂടെ ഒരു ഫ്ലേവർ ആയി കഴിയുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പള്ളത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുരുമുളക് ഇട്ടിട്ട് അധികം നേരം വെക്കണമെന്നില്ല. കുരുമുളക് ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തേക്കാനാണ്. കുരുമുളകൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസാനത്തെ ആ ഒരു തിളയിൽ കിടന്ന് തന്നെ കുരുമുളകൊക്കെ റെഡിയാവും. അധികം നേരം തിളപ്പിക്കണമെന്നില്ല കുരുമുളക് ഇട്ട് കഴിഞ്ഞിട്ട്. അവസാനമാണ് നമ്മൾ കുരുമുളക് ആഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്, സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറച്ച് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്. ബ്രെഡും കൂട്ടിയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യണ വീഡിയോയിലേക്കും പോവാം. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അവർ നോക്കിയിട്ട് പറയും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തമ്പി, അനീഷ് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണാണ്. എങ്ങനെയുണ്ട്? ഇതൊക്കെ കുരുമുളകിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ടോ? എല്ലാം അടിപൊളിയായിട്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണാണ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. വളരെ സൂപ്പറാണ്. ടേസ്റ്റാണ്. ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ വെള്ളത്തേക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് തിളപ്പിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫ്രഷ് വെള്ളത്തിൽ കിട്ടുമെന്ന് അറിയില്ല. അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഈ ചാലെന്ന് പറയണത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അനീഷിൻ്റെ ചാലാണിത്. ഇതാണ് അനീഷ്, സ്റ്റെഫി. ഇവർ ജോയിൻ്റാണ് ഈ ചാല് നടത്തുന്നത്. അപ്പോൾ അവരുടെ ചാലിലാണ് നമ്മളിപ്പോൾ ഇന്ന് ഷൂട്ടിന് വന്നേക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.